ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിൽ നിന്നുള്ള രാജ്കുമാർ ആനന്ദിന്റെ രാജിക്ക് പിന്നാലെ കൂടുതൽ നേതാക്കൾ പാർട്ടി വിടുമെന്നുള്ള ആശങ്കയിലാണ് എ. ജയിലായിട്ടും മുഖ്യമന്ത്രി രാജിവെക്കാത്തതിൽ എ നേതാക്കൾക്കിടയിൽ തന്നെ പ്രതിഷേധം ശക്തമാവുകയാണ്. അതേസമയം അഴിമതിയിൽ പൊറുതിമുട്ടി ഇനിയും നിരവധി നേതാക്കൾ എ.പിയിൽ നിന്ന് രാജിവെക്കുമെന്നും BJP പ്രതികരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം ചേർന്നുണ്ട്. ഗൗതം, ഒരുപക്ഷേ ദേശീയ തലത്തിൽ എ തകർച്ചയിലേക്കും ഭിന്നതയിലേക്കും നീങ്ങുകയല്ലേ? വിഷ്ണു, ഇന്നലെ വൈകുന്നേരമാണ് ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി സാമൂഹിക ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയുമായ രാജ്കുമാർ ആനന്ദ് രാജിവെച്ചത്. മന്ത്രിസ്ഥാനം മാത്രമല്ല, ആം ആദ്മി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം ഉൾപ്പെടെ പാർട്ടിയുമായി ഉള്ള എല്ലാ ബന്ധവും രാജ്കുമാർ ആനന്ദ് വിച്ഛേദിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇദ്ദേഹം BJPയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലോ ചേരുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയൊന്നും നൽകുന്നില്ല. പക്ഷേ ആം ആദ്മി പാർട്ടിക്കകത്തുണ്ടാകുന്ന വലിയ ഭിന്നതയുടെ ചില ബാഹ്യമായ രൂപമാണ് നമ്മൾ ഈ രാജി, അതോടൊപ്പം തന്നെ ചില പ്രതികരണങ്ങൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത്. കാരണം കഴിഞ്ഞ 21-ാം തീയതിയാണ് അരവിന്ദ് കെജ്രിവാൾ EDയുടെ കസ്റ്റഡിയിലാകുന്നത്. അതിനുശേഷം ഇപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്ത് കടിച്ചു തൂങ്ങി കിടക്കുകയാണ് കെജ്രിവാൾ. ഇതിൽ വലിയ പ്രതിഷേധം പാർട്ടിക്കകത്ത് തന്നെ രൂപപ്പെടുന്നു. കാരണം മുൻപ് നിരവധി ആം ആദ്മി മന്ത്രിമാർ, പ്രത്യേകിച്ച് ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതേ കേസിലും അല്ലെങ്കിൽ മറ്റു പല കേസുകളിലുമായി ജയിലുകളിലേക്കോ ആരോപണ വിധേയരാകുകയോ ഒക്കെ ചെയ്തപ്പോൾ അന്ന് അവരുടെ രാജി ആവശ്യപ്പെട്ടത് ആം ആദ്മി പാർട്ടിയുടെ കൺവീനർ കൂടിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളാണ്. പക്ഷേ കെജ്രിവാൾ ജയിലിലേക്ക് പോയിട്ട് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ജയിലിൽ കിടന്ന് ഭരിക്കുന്നു. അതല്ലെങ്കിൽ താൻ മാറുകയാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് പത്നിയെ കൊണ്ടുവരാനുള്ള ചില ശ്രമം അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഇതൊക്കെ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയാണ്. മാത്രമല്ല, ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് കോടതി തന്നെ കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാൾ ഈ ഒരു അഴിമതിയുടെ ഭാഗമാണ് എന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇദ്ദേഹം നൽകിയിട്ടുള്ള ഹർജി തള്ളുന്ന ഘട്ടത്തിലാണ് ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പുമായൊക്കെ ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടി ഈ കോഴപ്പണം ഉപയോഗിച്ചു എന്നതിന് തെളിവുണ്ട് എന്ന് കോടതി തന്നെ നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതോടുകൂടി ആം ആദ്മി പാർട്ടിയുടെ അടിത്തറ ഏതാണ്ട് പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒരു നാഥനില്ലാ കളരി പോലെ പാർട്ടി മുന്നോട്ട് പോവുകയാണ്. അതിനാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ആം ആദ്മി നേതാക്കൾ രാജിവെച്ച് മറ്റു പാർട്ടികളിലേക്ക് പോകും എന്നാണ് ലഭ്യമാക്കുന്ന വിവരം. ഡൽഹിയിൽ മാത്രമല്ല, പഞ്ചാബിലും, ഇവർക്ക് അധികാരമുള്ള പഞ്ചാബിലും ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലേക്ക് പാർട്ടി നീങ്ങുകയാണ്. പല നേതാക്കളും രാജ്യസന്നദ്ധത അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ ആസന്നമായ ഘട്ടത്തിലാണ് ഈ രീതിയിലുള്ളൊരു പ്രതിസന്ധി ദേശീയ പാർട്ടിയായിട്ടുള്ള ആം ആദ്മിയെ തേടിയെത്തിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ രാജിവെക്കും എന്നാണ് BJP ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, BJP ഡൽഹി ഘടകം കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം തുടരുകയുമാണ്. ഇതിനിടയിലാണ് ഇന്നലെ ഇപ്പോൾ ഒരു മന്ത്രിയും വളരെ പ്രധാനപ്പെട്ട APയുടെ ഒരു നേതാവ് രാജിവെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. വിഷ്ണു.